ഹലോ, ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ മീൻകറി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻകറി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒഴിക്കുന്ന ഇത്രയും അളവിലുള്ള വെളിച്ചെണ്ണ മതി. നമുക്ക് അവസാനം കറി റെഡിയാവുന്നത് വരെ ഇത് തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കല്ലെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ഉലുവ കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇനി ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കണം. ഇതിപ്പോൾ ഒരു ഇടത്തരം വലിയൊരു സവാള ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. അപ്പോൾ അത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത്. അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചതച്ചാണ് അതെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചതച്ച് ചേർത്തോടെ കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് നമുക്കതൊന്ന് വഴണ്ടി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാലേ കറിക്കൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിനാണ് ഞാൻ ആദ്യമേ കുറച്ചധികം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പിടിക്കുക. അപ്പോൾ അതേ നമ്മുടെ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് തൊണ്ടൻ മുളകില്ല, അതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മുരിങ്ങയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ടൊമാറ്റോയാണ്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ അടിച്ച് ചേർക്കാറുണ്ട്, നന്നായിട്ട് പേസ്റ്റ് വരും അത്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും നല്ലതാണ്. അപ്പോൾ ഇനി അതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കും. ഒരുപാടങ്ങ് എരിയില്ല. അപ്പോൾ ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുരുമുളക് പൊടി വേണം. ഞാൻ ഇത് അത്യാവശ്യം എരി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതെ, നന്നായിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടത് റെഡിയായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കുടംപുളിയല്ല എടുത്തിരിക്കുന്നത്, മറ്റേ സാധാരണ പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞ് അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കണം. ഇതെല്ലാം പാകത്തിനുണ്ട്. നമുക്കത് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നതിന് ശേഷമാണ് നമുക്കത് മീനിട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ്. നമുക്ക് അയല, ഏതാ മീനാണോ കറി വയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം അതങ്ങനെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂര അയലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതൊന്ന് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാച്ചിട്ട് മീനെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ഒരുവിധം വെന്ത് കാണും. ഇനി നമുക്കതൊന്ന് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവപ്പൊടി കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് ഞാൻ, പിന്നെ എണ്ണയോ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണുത്ത ഒരു ദിവസം തലേ ദിവസം വെച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മീൻകറി നമുക്ക് നല്ല പോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. ഇനി എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.